ആയുർവേദ പ്രവക്താരം വന്ദേ പീയൂഷദായകം. ഇതാനിം സ്വാഗതഭാഷണകാലാംശഃ. സ്വാഗതഭാഷണാർത്ഥം സിദ്ധാന്തവിഭാഗസ്യ പ്രിയ അധ്യാപിക ശ്രീമതി ഉഷാ മഹോദയാം സാദരം പ്രാർത്ഥയാമി. ഇത്രയും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, വൈസ് പ്രിൻസിപ്പാൾ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഓഗസ്റ്റ് 22-ന് ലോക സംസ്കൃത ദിനമായിരുന്നു. ദിവസം മൂന്നാം ഓണം ആയതിനാൽ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളെല്ലാം ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനാൽ ഈ വാഹിനി ക്ലബുമായിട്ട് ചേർന്നിട്ട് ഒരു സംസ്കൃത വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും ഈ ശ്രാവണ പൗർണമി ദിനം, ആ ശ്രാവണ പൗർണമി ദിനത്തിലാണ് നമ്മൾ ഈ വിശ്വ സംസ്കൃത ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ വർഷം ഓഗസ്റ്റ് 22-നായിരുന്നു ഈ ശ്രാവണ പൗർണമി ദിനം വന്നത്. ധന്യവാദः. ഇതഃ പരം സംസ്കൃതദിനസ്യ ആശംസാഭാഷണമേവ. ആശംസാഭാഷണാർത്ഥം പ്രഥമം അഹല്യ ആയുർവേദ മഹാവിദ്യാലയസ്യ പ്രാചാര്യ ഡോക്ടർ ശെഫാ സുനിൽ മഹോദയാം സാദരം പ്രാർത്ഥയാമി. Thank you. Vice Principal Dr. Vijay Lakshmi, Professor and HOD Basic Department Dr. Abdul Shukur, Associate Professor Dr. Usha and Srijit, and my dear students and faculties. A very good morning to all. First of all, I am very happy to be here in the National Sanskrit Day celebrated by our basic department. I'm sorry that I could not speak in Sanskrit. ഇന്ന് നമുക്കറിയാം നാഷണൽ സംസ്കൃത ഡേയോടനുബന്ധമായിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. ഡോക്ടർ ഉഷ പറഞ്ഞ പോലെ ശ്രാവണ മാസത്തിലെ ശ്രാവണ പൂർണിമ ദിവസമാണ് നമ്മൾ സാധാരണയായിട്ട് ഈ സംസ്കൃത ദിനം ആഘോഷിക്കപ്പെടുന്നത്. പക്ഷേ ഇത് ഓഗസ്റ്റ് 22-നായിരുന്നു. പക്ഷെ നമ്മളുടെ കുറച്ച് സൗകര്യാർത്ഥമാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വെബിനാറായിട്ട് ഇത് സംഘടിപ്പിക്കുന്നത്. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ പേരിൽ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാവർക്കും ഈ സംസ്കൃത ദിനത്തിന് എല്ലാ ആശംസകളും, ഈ വെബിനാർ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള പ്രോഗ്രാംസിന് എല്ലാവിധ സപ്പോർട്ടും കോളേജിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ള ഒരു ഉറപ്പും ഞാൻ തരികയാണ്. ധന്യവാദः. അനന്തരം ആശംസാഭാഷണാർത്ഥം അസ്മാകം കലാലയസ്യ ഉപപ്രാചാര്യ ഡോക്ടർ വിജയലക്ഷ്മി മഹോദയാം സാദരം നിമന്ത്രയാമി. Good morning everyone. എല്ലാവർക്കും എന്നെ നമസ്കാരം. Overall, Ashtanghrida is very much important Samhita, which is easy to understand, and in Kerala, most of the people will practice according to Ashtanghrida. And I hope all this webinar will be helpful for all the students. Congratulate Samhita department and best of luck Srijit sir. Thank you one and all. ധന്യവാദः. ഇതാനിം വെബിനാർ കാര്യക്രമः एव. വെബിനാർ അവതരണാർത്ഥം അസ്മാകം സംസ്കൃത അധ്യാപകः ശ്രീജിത്ത് മഹോദയം സാദരം പ്രാർത്ഥയാമി. സർവേഭ്യഃ വിനീത പ്രണാമഃ. കോളേജിന്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഷബ മാം, വൈസ് പ്രിൻസിപ്പൽ വിജയലക്ഷ്മി മാം, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥികളെ, ഈ സെമിനാർ കേൾക്കുവാൻ പുറത്തുനിന്നും വന്നവരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്നത്തെ വിഷയം 4 പോയിന്റുകളെ മുൻനിർത്തി അവതരിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഇപ്പോൾ ഈ വിഷയം അവതരിപ്പിക്കുവാനുള്ള അക്കാദമിക പശ്ചാത്തലം എന്താണ്? അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ആയുർവേദം ഒരു ഗ്രന്ഥത്തിന്റെ സ്ട്രക്ചറിലൂടെ പറയപ്പെടുമ്പോൾ അഥവാ എഴുതപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ളതാണ്. ആ മാറ്റങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ
കേവലം കണ്ടന്റുകൾ മാത്രം പഠിക്കുമ്പോഴുള്ള പരിമിതികളെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഗ്രന്ഥത്തിന്റെ ഒരു സ്ട്രക്ചറൽ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ പഠനത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നതാണ് അവിടുത്തെ ചർച്ച. ഇതാണ് അതിന്റെ ഒരു ചുരുക്കം. മൂന്നാമത്തെ പോയിന്റ്, ഗ്രന്ഥത്തിൽ ഗ്രന്ഥകാരൻ നടത്തിയിരിക്കുന്ന കാറ്റഗറൈസേഷന്റെ ലോജിക്കുകളെ കുറിച്ചാണ്. ഉദാഹരണത്തിന് കാറ്റഗറൈസേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അധ്യായ വിഭജനങ്ങള്, അത്തരം കാര്യങ്ങളാണ്, സ്ഥാന വിഭജനങ്ങള്. അപ്പോ നമ്മുടെ പഠനത്തിൽ ഈ കാറ്റഗറൈസേഷന് പിന്നിലുള്ള ലോജിക്കുകളെ കൂടി നാം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഇക്കാര്യമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. നാലാമത്തെ പോയിന്റ്, അവസാനത്തെ പോയിന്റായി നാലാമത്തെ പോയിന്റ് ആണുള്ളത്. അത് ശ്ലോകത്തെ കുറിച്ചാണ്. ശ്ലോകത്തെ അതിന്റെ ഫുൾ ഡെപ്തിൽ മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന തരത്തിൽ സംസ്കൃതത്തിന്റെ ഒരു സപ്പോർട്ട് എത്രത്തോളമാണുള്ളത്, എത്രത്തോളം നമ്മളെ അത് സഹായിക്കും, ഈ രീതിയിലുള്ള ചർച്ചയിലൂടെ ഈ പേപ്പർ അവതരിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് അർത്ഥവത്തായ രീതിയിൽ കൺവേ ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ ഈ പേപ്പർ ആരംഭിക്കാം. ഒന്നാമത്തെ പോയിന്റായി ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ പേപ്പർ അവതരിപ്പിക്കുവാനുള്ള അക്കാദമിക പശ്ചാത്തലം എന്താണ് എന്നുള്ളതാണ്. വളരെയധികം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ആയുർവേദത്തിന്റെ ഇന്നത്തെ പഠന സാഹചര്യം. കാരണം ഫണ്ടമെന്റലി തന്നെ വൈരുദ്ധ്യാത്മകമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ആയുർവേദ പഠനം നാം ആരംഭിക്കുന്നത്. ഫണ്ടമെന്റലി തന്നെ അത് കോൺട്രഡിക്ടറി ആണെന്നർത്ഥം. അല്പം വിശദീകരിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. നോക്കൂ, ആയുർവേദം ഒരു ഇന്ത്യൻ സയൻസ് ആണ്. ഇവിടെ സയൻസ് എന്ന പദത്തിന് പകരം ഞാൻ അതിനെ സബ്ജക്റ്റ് എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്, പഠനത്തിന്റെ ദൃഷ്ടിയിൽ. അപ്പോ ഒരു ഇന്ത്യൻ സബ്ജക്റ്റായ ആയുർവേദം ഇന്ത്യേതരമായ സിസ്റ്റത്തിലൂടെയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സബ്ജക്റ്റ് ഇന്ത്യൻ ആണ്, പക്ഷേ സബ്ജക്റ്റ് പഠിക്കുന്ന സിസ്റ്റം ഇന്ത്യൻ അല്ല. ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് ഏതാണ്ട് 10-12 വർഷക്കാലം സമയമെടുത്ത് പഠിക്കേണ്ടുന്ന ഒന്നാണ് ആയുർവേദ ശാസ്ത്രം. പക്ഷേ ഇന്ന് ആ സാഹചര്യമില്ല. അപ്പോൾ നമ്മൾ സിസ്റ്റത്തോട് കോംപ്രമൈസ് ചെയ്തപ്പോൾ സ്വാഭാവികമായും സബ്ജക്റ്റിനോടും കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് 10-12 വർഷക്കാലം സമയമെടുത്ത് പഠിക്കേണ്ടുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ സ്കൂൾ കോളേജ് സിസ്റ്റത്തിനെ മാറ്റിമറിക്കണം എന്നൊന്നുമല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിച്ചത്, സിസ്റ്റത്തോട് നമ്മൾ കോംപ്രമൈസ് ചെയ്തപ്പോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സബ്ജക്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ എന്ന നിലയിൽ ചുരുങ്ങുകയും ആ സബ്ജക്റ്റ് അവതരിപ്പിക്കുന്ന സിസ്റ്റത്തിന്റെ മെത്തഡോളജിക്കൽ സെൻസ് നാം കാണാതെ പോവുകയും ചെയ്തു. ഇതാണ് വാസ്തവത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ വ്യക്തമാവും. അഷ്ടാംഗ ഹൃദയം ടെക്സ്റ്റിൽ ആദ്യ അധ്യായത്തിൽ കാണുന്ന ആദ്യ ശ്ലോകം തന്നെ മംഗളശ്ലോകമാണ്. രാഗാദി രോഗാൻ സതതാനുഷക്താൻ അശേഷകായ പ്രസൃതാൻ അശേഷാൻ ഔത്സുക്യ മോഹ അരതിദാഞ്ചഖാന യോ അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ. ഇത് പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ആദ്യ ചിന്ത എന്താണ്? ഇതിൽ മെഡിക്കലി ഇൻഫോർമേറ്റീവ് ആയ യാതൊന്നുമില്ല എന്നുള്ളതാണ്. തുടർന്ന് നമ്മുടെ അന്വേഷണം അടുത്ത ശ്ലോകത്തിലേക്ക് സ്വാഭാവികമായും നീങ്ങും. മെഡിക്കലി ഇൻഫോർമേറ്റീവായ എന്തെങ്കിലും ഉണ്ടോ എന്ന ദൃഷ്ടിയിൽ അടുത്ത ശ്ലോകത്തിലേക്ക് നീങ്ങും. അടുത്ത ശ്ലോകത്തിലേക്ക് എത്തുമ്പോഴോ അധാത ആയുഷ്കാമീയം അധ്യായം വ്യാഖ്യാസ്യാമഹ. അവിടെയും
മെഡിക്കലി ഇൻഫോർമേറ്റീവായ യാതൊന്നുമില്ല, അതുകൊണ്ട് നമുക്കത് അപ്രധാനമായി തോന്നുന്നു, അതിനെ തള്ളുന്നു. വീണ്ടും നമ്മൾ അന്വേഷണം തുടരുന്നു. ആയുക്കാമയമാനേന ധർമാർത്ഥ സുഖസാധനം ആയുർവേദോപദേശേഷു വിധേയ പരമാദരഃ. അവിടെയും നമുക്ക് മെഡിക്കലി ഇൻഫോർമേറ്റീവായ യാതൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഓരോ ശ്ലോകത്തിലും നമ്മൾ മെഡിക്കലി ഇൻഫോർമേറ്റീവായ എന്തെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണമാണ് ഇപ്പോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത് വീണ്ടും തുടർന്നു. തേഭ്യോ അതിവിപ്രകീർണേഭ്യ പ്രായസാരതരോച്ചയ. അവിടെയും നമുക്ക് അങ്ങനെയൊന്ന് കാണാനില്ല. ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ടാവാം, പക്ഷെ ജനറലി അങ്ങനെയാണ് കാണുന്നത്. വീണ്ടും നമ്മുടെ അന്വേഷണം തുടർന്നു. കായബാലഗ്രഹോർധ്വാംഗ ശല്യദംഷ്ട്രാ ജരാവൃഷാൻ. അവിടെ നമ്മുടെ ശ്രദ്ധ പതിച്ചു. അവിടെ മെഡിക്കലി ഇൻഫോർമേറ്റീവായ എന്തൊക്കെയോ ഉണ്ട്. വീണ്ടും നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോയി. വായുപിത്തം കഫശ്ചേതി. അവിടെയും നമ്മുടെ ശ്രദ്ധ തറച്ചു നിന്നു. കാരണം അവിടെയും മെഡിക്കലി ഇൻഫോർമേറ്റീവായ എന്തൊക്കെയോ ഉണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ ദൃഷ്ടി പോകുന്നത്. അപ്പോ അതുകൊണ്ട് ഇന്നത് പ്രധാനപ്പെട്ടത്, ഇന്നത് അപ്രധാനം എന്ന നിലയിൽ ഒരു ഡിസക്റ്റീവ് മെന്റാലിറ്റിയോടുകൂടി കീറി മുറിച്ച് നാം നമ്മുടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നമുക്കൊരു യുക്തിയുണ്ട്. ആ യുക്തി പരീക്ഷാ യുക്തിയാണ്. പരീക്ഷാ പഠനത്തിൽ പ്രധാനമാണോ, പരീക്ഷാ പഠനത്തിൽ പ്രധാനമല്ലയോ? ഇതാണ് നമ്മുടെ ലോജിക്ക്. പരീക്ഷയെ മുൻനിർത്തിയിട്ടാണ് നാം ഒരു സബ്ജക്റ്റ് പ്രധാനമാണോ പ്രധാനമല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്. ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് അത്തരമൊരു വിഭജനത്തിന് ലോജിക് ഉള്ളതുപോലെ ആചാര്യനും ഇന്ന ശ്ലോകത്തിന് മുൻപ് ഇന്ന ശ്ലോകം വരണം, ഇന്ന ശ്ലോകത്തിന് ശേഷം ഇന്ന ശ്ലോകം വരണം എന്ന് നിശ്ചയിക്കുന്നതിന് ആചാര്യനും ഒരു ലോജിക്ക് ഉണ്ട്. ഇതാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പൊ ആ ലോജിക്ക് എന്താണ്? നമുക്കൊരു അഷ്ടാംഗ ഹൃദയത്തിലെ കുറച്ച് ശ്ലോകങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കൂ. വായുപിത്തം കഫശ്ചേതി ത്രയോദോഷാ സമാസതഃ വികൃതാ ഘനന്തി തേ വർത്തയന്തി ച. ഈ ഒരു ശ്ലോകം അവിടെ എഴുതുവാൻ യഥാർത്ഥത്തിൽ എന്താണ് കാരണം? നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ ശ്ലോകം ആചാര്യൻ അവിടെ എഴുതുവാൻ തൊട്ടു മുന്നിലുള്ള ശ്ലോകമാണ് കാരണം. അപ്പൊ തൊട്ടു മുന്നിലുള്ള ശ്ലോകം ഏതാണ്? കായബാലഗ്രഹോർധ്വാംഗ ശല്യദംഷ്ട്രാ ജരാവൃഷാൻ അഷ്ടൗ അംഗാനി തസ്യാഹു ചികിത്സാ യേഷു സംശ്രിത. ഇതാണ് തൊട്ടു മുന്നിലുള്ള ശ്ലോകം. ഇവിടെ കായ ശബ്ദത്തെ കുറിച്ച് ആചാര്യൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ കായ ശബ്ദത്തെ ആദ്യം തന്നെ പറഞ്ഞത് കൊണ്ടാണ് കായത്തിന്റെ സവിശേഷത ആദ്യം പറയണം എന്ന ലോജിക്ക് ഉള്ളിൽ വെച്ചുകൊണ്ട് ആചാര്യൻ വായുപിത്തം കഫശ്ചേതി എന്ന ശ്ലോകം എഴുതുന്നത്. കാരണം കായത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ധാതു മലസമുദായത്വം പറയുവാനാണ് ഈ ശ്ലോകത്തിലൂടെ ആചാര്യൻ ശ്രമിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് കായബാലഗ്രഹോർധ്വാംഗ എന്ന ശ്ലോകം അവിടെ പറയുവാൻ കാരണം? അതിന്റെ കാരണം തൊട്ടു മുന്നിലുള്ള ശ്ലോകമായ തേഭ്യോ അതിവിപ്രകീർണേഭ്യ എന്ന ശ്ലോകമാണ്. ഞാൻ ഈ ശ്ലോകത്തിന്റെ ഫിക്സിങ്ങിന്റെ ലോജിക്കാണ് പറയുന്നത്. അഷ്ടാംഗ ഹൃദയം എന്നൊരു പദം അതിലുണ്ട്. തേഭ്യോ അതിവിപ്രകീർണേഭ്യ പ്രായസാരതരോച്ചയ ക്രിയതേ അഷ്ടാംഗ ഹൃദയം. അങ്ങനെ അഷ്ടാംഗ ഹൃദയം അവിടെ സൂചിപ്പിച്ചത് കൊണ്ടാണ് തൊട്ട് പിന്നിൽ അതിനുശേഷം കായബാലഗ്രഹോർധ്വാംഗം എന്ന് പറയാൻ ആചാര്യൻ മെനക്കെടുന്നത്. ഇനി
തേഭ്യോ അതിവിപ്രയേഭ്യ എന്ന ശ്ലോകം എഴുതുവാൻ എന്താണ് കാരണം? നമുക്ക് അതിന്റെ പുറകോട്ട് ചിന്തിച്ചു നോക്കാം. അതിന്റെ കാരണം ആ ശ്ലോകത്തിനും മുൻപുള്ള ബ്രഹ്മാസ്മൃത്വായുഷോ വേദം എന്ന ശ്ലോകമാണ്. നോക്കൂ, ആ ക്രമത്തിനൊരു ലോജിക്ക് ഉള്ളതായി നമുക്ക് കാണാം. അതിനെയാണ് നമ്മൾ ശാസ്ത്രഭാഷയിൽ സംഗതി എന്ന പേരോടുകൂടി വിളിക്കുന്നത്. സാങ്കത്യം അഥവാ സംഗതി. ഒരു ശ്ലോകം കഴിഞ്ഞ് മറ്റൊരു ശ്ലോകം എഴുതുവാൻ ആചാര്യൻ ഒരു സമ്യക്കായ ഗതി മനസ്സിൽ കൽപ്പിച്ചിട്ടുണ്ട്. ആ സാങ്കത്യമാണ് അതിന്റെ ലോജിക്ക്. നമ്മൾ ആയുർവേദം പഠിക്കുന്നതിന് മുൻപ് ഈ സാങ്കത്യത്തിനെ ഒരു സ്ഥലത്ത് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, പദാർത്ഥ വിജ്ഞാനത്തിൽ. ഓർക്കുന്നുണ്ടാവും. അധികരണത്തിന്റെ ലക്ഷണം പറയുമ്പോൾ വിഷയോ വിഷയശ്ചൈവ പൂർവപക്ഷസ്തഥോത്തരം സംഗതിശ്ച ഫലം ചേതി ഷോഡാധികരണം വിദുഹു. അവിടെ സംഗതി നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. സംഗതി നാമ ഏകസ്യ അധികരണസ്യ പൂർവേണ അധികരണേന സഹ സംബന്ധ. ഒരു പൗർവാപര്യ സംബന്ധ യുക്തിയാണ് സംഗതി എന്ന് ചുരുക്കി പറയും. പൂർവവും അപരവും, മുൻപുള്ളതും അതിനുശേഷവും ശേഷമുള്ള കാര്യം തമ്മിലുള്ള ഒരു സംബന്ധം, അതിന്റെ യുക്തി, അതിന്റെ ലോജിക്, അതാണ് സംഗതി. ഇത് പഠിക്കുന്ന സമയത്ത് നിരവധി സംഗതികളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. സൂത്രാണാം പൗർവാപര്യം സൂത്രസംഗതി. സൂത്രങ്ങൾ തമ്മിലുള്ള ഈ പൗർവാപര്യ സംബന്ധത്തെ നമ്മൾ സൂത്രസംഗതി എന്ന പേരോടുകൂടി പഠിക്കുന്നുണ്ട്. വിഷയാണാം പൗർവാപര്യം വിഷയസംഗതി. വിഷയങ്ങൾ തമ്മിലുള്ള പൗർവാപര്യ സംബന്ധത്തിനെ നമ്മൾ വിഷയസംഗതി എന്ന് പറയുന്നുണ്ട്. ശാസ്ത്രാണാം പൗർവാപര്യ സംബന്ധ ശാസ്ത്രസംഗതി. ശാസ്ത്രങ്ങൾ തമ്മിലുള്ള പൗർവാപര്യ സംബന്ധത്തിനെ നമ്മൾ ശാസ്ത്രസംഗതി എന്ന് പേരിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അധ്യായാനാം പൗർവാപര്യ സംഗതി അധ്യായ സംഗതി. അധ്യായങ്ങൾ തമ്മിലുള്ള പൗർവാപര്യ ബന്ധം അത് നമ്മൾ ചർച്ച ചെയ്യും. രണ്ടാമത്തെ മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ ആ വിഷയം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ പാദാനാം പൗർവാപര്യം സംഗതി. പാദങ്ങൾ തമ്മിലുള്ള, ഒരു ശ്ലോകത്തിന്റെ ഒരു വരിയും മറ്റൊരു വരിയും തമ്മിലുള്ള സാങ്കത്യം, സംഗതി, അത് പാദസംഗതി. ഇങ്ങനെ സംഗതിയെ കുറിച്ച് ഇത്തരത്തിൽ വിശദമായ പഠനത്തിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സാങ്കത്യ ബോധമാണ് ഉണ്ടാവുന്നത്. അതാണ് അതിന്റെ സംസ്കാരം, അതാണ് അതിന്റെ മെത്തഡോളജിക്കൽ ഇംപ്രഷൻ. ഏതൊരു കാര്യത്തിന്റെയും സാങ്കത്യം നോക്കുവാനുള്ള ഒരു സംസ്കാരമാണ് ഒരു വിദ്യാർത്ഥിക്ക് ഈ പഠനത്തിലൂടെ ലഭിക്കേണ്ടത്. അപ്പൊ ആ ഒരു സംസ്കാരമാണ് നമ്മുടെ തുടർ പഠനങ്ങളിൽ നമുക്ക് ഉപകാരിയായി ഭവിക്കുന്നത്. ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആയുർവേദ പഠനത്തിന് മുൻപ് തന്നെ ഒരു വിദ്യാർത്ഥി ദർശനങ്ങളിലെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഈ സാങ്കത്യ വിജ്ഞാനത്തെക്കുറിച്ച്, ഈ സാങ്കത്യ ബോധത്തെക്കുറിച്ച് നല്ല ബോധ്യം വന്ന ഒരു വിദ്യാർത്ഥി വായുപിത്തം കഫശ്ചേതി എന്ന ശ്ലോകം പഠിക്കാൻ ഒരുങ്ങുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ മനസ്സിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരിക്കും. എന്തുകൊണ്ടാണ് വായു പ്രാഥമികനായത്? ക്വസ്റ്റ്യൻ നമ്പർ 1. എന്തുകൊണ്ടാണ് പിത്തം രണ്ടാമനായിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 2. എന്തുകൊണ്ടാണ് കഫം മൂന്നാമനായിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 3. ഈ ക്രമത്തിന് എന്തെങ്കിലും സാങ്കത്യമുണ്ടോ? ഈ ക്രമത്തിന്റെ പിറകിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് ആചാര്യൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? ഈ ക്രമം തെറ്റിച്ചു പറയുവാൻ നമുക്ക് അധികാരമുണ്ടോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ആ വിദ്യാർത്ഥിയുടെ മനസ്സിൽ വരും. കാരണം സാങ്കത്യം ഓൾറെഡി പഠിച്ച സ്ഥിതിക്ക്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. വായു, പിത്തം, കഫം എന്ന് പേരെടുത്ത് പറയുന്നതിലൂടെ തന്നെ അവിടെ 3 എണ്ണമാണ് ഉള്ളതെന്ന് ബോധ്യമാവുന്നുണ്ട്. അങ്ങനെ സംഖ്യാബോധം കിട്ടുമെന്നിരിക്കെ ത്രയഹ എന്ന പദം എന്തിനു വീണ്ടും അഡീഷണലായി ആചാര്യൻ പറഞ്ഞിരിക്കുന്നു? ആ ത്രയഹ എന്ന ശബ്ദത്തിന്റെ സംഗതി എന്താണ്? സാങ്കത്യം എന്താണ്? ഇത്തരത്തിലുള്ള ചിന്തകൾ
ആ ലോജിക്ക് തേടിയുള്ള ചിന്തകൾ ആ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഉയരുകയും ഈ ക്രമങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ടെന്നും അത് തെറ്റിച്ചു പറയുവാൻ നമുക്ക് അധികാരമില്ലെന്നും ഒടുവിൽ ആ വിദ്യാർത്ഥി തിരിച്ചറിയും. ഇങ്ങനെ വായു പിത്തം കഫശ്ചേതി പഠിക്കുമ്പോൾ ആ ക്രമസാംഗത്യ ബോധം കൂടി നമ്മുടെ പഠനത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് ഒരു ആത്മപരിശോധനയായി ഞാൻ നമ്മൾക്ക് മുന്നിൽ തന്നെ വെക്കുന്നത്. അങ്ങനെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്കൃത പഠനം സാർത്ഥകമാണ്. അങ്ങനെ ചോദ്യങ്ങൾ ഉയരുന്നില്ലെങ്കിൽ നമ്മുടെ സംസ്കൃത പഠനം സാർത്ഥകമല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പൊ കൺവേയിങ് കണ്ടന്റ് നാം പഠിക്കുന്നുണ്ട് അഥവാ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ വേ ഓഫ് കൺവേയിങ് നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഉന്നയിച്ചുകൊണ്ട് എൻ്റെ ഈ പേപ്പറിന്റെ ആദ്യ ഭാഗം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്തു.